ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൻ. ഞാൻ ഇന്ന് പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും മാത്രം ഒന്ന് ചേർത്ത് മിക്സാക്കി വെക്കുവാണ്. ഇവിടെ ഞാൻ മുളക് പൊടി, പിന്നെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനകത്ത് ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണേ. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് മോനും ചിക്കനൊക്കെ മേടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ഇതുപോലെ പുരട്ടി ഒരു ഹാഫ് ആൻ അവർ വെച്ച് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ 2 സോമ്പ് എല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുത്തേ. ഇവിടെ ഞാൻ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇച്ചിരി സോമ്പ് എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സിക്കകത്തൊന്ന് അരച്ചെടുത്തു. എന്നാലും വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് കടുക് ഇടുക. ഞാനെല്ലാം കൂടി ഒന്ന് ഉള്ളി, ഇഞ്ചി എല്ലാം കൂടി ഞാനൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണേ. അതിനകത്തോട്ട് തന്നെ കരിയാപ്പില ഇട്ടിട്ടുണ്ട്. 2 ഏലക്ക, 2 ഗ്രാമ്പൂ എല്ലാം കൂടി പൊടിച്ച് അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനെ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ നല്ലപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റണം. എന്നാലേ ആ ചിക്കൻ കറിക്ക് ഒരു കളറും എടുത്തുള്ളൂ. ഇതിനകത്ത് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ചേർത്ത് ഇച്ചിരിയും കായപ്പൊടിയുടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. ചൂടായി കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ച് തക്കാളിപ്പഴം ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് ചിക്കൻ പീസ് അങ്ങോട്ട് ഇടുവാണേ. ഇവിടെ നമ്മൾ ചിക്കൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. ഇതിനകത്തോട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് അടച്ച് വെച്ച് വയ്ക്കാമേ. ഇവിടെ നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളിയാണ്. നല്ല മണമെല്ലാം വരുന്നുണ്ട്, മസാലയുടെ എല്ലാം. ഹായ്, സൂപ്പർ. ഇങ്ങനെ ഞാൻ സിമ്മേലിട്ടിരിക്കുവാണേ. അപ്പം അതൊക്കെ ഇത് വെന്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും പൊറോട്ടയും റെഡി. ഇവിടെ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി പൊറോട്ടയുടെ കൂടെ ചിക്കൻ കഴിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.